ഹലോ, അപ്പോൾ ദേ നമുക്ക് ഇന്ന് നല്ല ചൂരമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചൂരമീൻ കറി വെച്ചാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ദേ നമുക്ക് കവറിനുള്ളിൽ നിന്ന് ചൂരയൊക്കെ എടുത്ത് ചട്ടിക്കകത്തേക്ക് ഇട്ടു. നല്ല വലിയ 3 ചൂരയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇത് മുഴുവൻ ഞാൻ എടുക്കുന്നില്ല, കുറച്ച് തലയും കുറച്ച് കഷ്ണങ്ങളും മാത്രം എടുക്കും. ബാക്കി എടുത്ത് നമുക്ക് കഴുകി ക്ലീനാക്കി ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. അപ്പോൾ ദേ കഷ്ണങ്ങളൊക്കെ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഒരു 10-15 അല്ലി ചെറിയ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇതിലേക്ക് ഇത് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ കൊച്ചുള്ളിയോ പച്ചമുളകോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി നമുക്കിത് മുളക് പൊടി 3 ടേബിൾ സ്പൂണ് നല്ല എരിയുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിനകത്ത് മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നില്ല കേട്ടോ, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് പുളിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടിനി അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം മൂടി തുറന്നിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഇത് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങൾ ചിലപ്പോൾ ഉടഞ്ഞു പോകാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു ടീസ്പൂൺ 1.5-2 ടീസ്പൂണ് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ തൂക്കി അടച്ച് വയ്ക്കാം. നമുക്ക് ഈ മീൻകറി ഒരു 3-4 ദിവസം വരെ കേടാവാണ്ടിരിക്കും കേട്ടോ. നമ്മളെല്ലാ ദിവസവും ഒരു നേരം ഒന്ന് നന്നായിട്ട് ചൂടാക്കി വെച്ചാൽ മതി. നമ്മളിതിനകത്ത് പച്ചമുളകോ കൊച്ചുള്ളി ഒന്നും ചേർക്കാത്തത് കൊണ്ട് നല്ല ഇതായിട്ട് ടേസ്റ്റ് ഒന്നും മാറാണ്ട് നന്നായിട്ട് തന്നെ മീൻ കറി ഇരിക്കും. അപ്പം ഞാൻ ഇടയ്ക്ക് നോക്കിയപ്പോൾ എന്തെങ്കിലും ഉപ്പ് കുറച്ച് കുറവുള്ള പോലെ തോന്നി. അപ്പോൾ കുറച്ചുകൂടെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇന്നതേ കപ്പയ്ക്ക് വേണ്ടിയിട്ടാട്ടോ മീൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ അധികം ചാറ് അങ്ങനെ കുറുക്കിയില്ല. കപ്പ ഉള്ളപ്പം ഇച്ചിരി മീൻ ചാറ് വേണമല്ലോ, അതുകൊണ്ട് ഞാൻ ചാറ് അധികം കുറുക്കാണ്ടാണ് എടുത്തത്. നിങ്ങൾക്ക് ചാറ് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ചാനൽ മറക്കാണ്ട് ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോയും കൂടി ചെയ്തേക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.